ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആണ്, ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ചക്ക സീസൺ ആണല്ലോ. അപ്പോൾ എന്നെന്ന് പറഞ്ഞ പോലെ ചക്കയാണ്. അപ്പോൾ ഇപ്പോൾ അപ്പുറത്തെ പ്ലാവുമെന്ന് ഒരു 3 ചക്ക അടർന്ന് അറ്റ് വീണു കേട്ടോ. അതിൻ്റെ ഞെട്ടിയുമെന്ന് അറ്റ് വീണു. അപ്പോൾ നമ്മൾ അതിനെ കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ചക്ക വറുത്തിട്ടുണ്ടായിരുന്നു. ചക്ക വറുത്തതൊക്കെ തീർന്നു പോയി. അപ്പോൾ അടുത്ത ഒരു ചക്കനെ കൊണ്ട് ചക്ക വറുക്കാമെന്നും വേറൊരു ചക്ക കൊണ്ട് നമുക്ക് ചക്കേൻ്റെ പൊടി ഉണ്ടാക്കാമല്ലോ. അത് പുഴുങ്ങിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ട് ചക്കപ്പൊടി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ചക്കേൻ്റെ പപ്പടം ഉണ്ടാക്കാം, ചക്കപ്പപ്പടം. അതിങ്ങനെ പുഴുങ്ങിയിട്ട് അരച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെ ചക്കപ്പപ്പടം ഉണ്ടാക്കാമെന്നും വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ള പണിയാണ് ഇന്ന് രാവിലെ അല്ല, ഒരു 11:30 ആയപ്പോൾ നമ്മൾ തുടങ്ങിയിരുന്നു കേട്ടോ പരിപാടി. ഈ ചക്ക പറിച്ച് ചുള പറിച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ അതിനുള്ള പരിപാടി തുടങ്ങി. ഞാനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്പാടിയും ഉണ്ട്. അമ്പാടി ഇടയ്ക്കിടയ്ക്ക് വികൃതിയാണ്. അപ്പോൾ അമ്പാടീൻ്റെ കാര്യം നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ പോകേണ്ടി വരും. അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മേല് മൊത്തമാക്കും. അപ്പോൾ അത് പോയിട്ട് വൃത്തിയാക്കണം, അവനിടയ്ക്ക് കഴിക്കാൻ കൊടുക്കണം. പിന്നെ അവന് ഒരേ വീഴ്ച പരിപാടി, മുറ്റത്ത് കൂടെ ഓട്ടാണ്. നമ്മൾ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കാൻ ചെല്ലുമെന്ന് വിചാരിച്ചിട്ട് അവനൊരൊറ്റ ഓട്ടാ. ആ ഓടുന്നത് മുറ്റത്തുള്ള എവിടെയെങ്കിലും വഴുക്കലിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് തെന്നി വീഴും. അപ്പോൾ അതുപോയി നോക്കേണ്ടി വരും. പിന്നെ ഇവിടെ എന്തോ പട്ടികളെ ശല്യം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുന്നിലേക്കൊക്കെ അവൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒറ്റയ്ക്ക് വിടാനൊക്കെ പേടിയാണ്. അപ്പോൾ എന്തോ പേപ്പട്ടി ഉണ്ടെന്നോ, പേപ്പട്ടി കുറച്ച് വേറെ പട്ടികളെ കടിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഈ ചക്ക ചുളയൊക്കെ പറിച്ച് ഒന്ന് ശരിയാക്കാം. അമ്മയാണ് തുടങ്ങിയിട്ടുള്ളത്. നമ്മളിങ്ങനെ ഓരോ ചെത്ത് ഇങ്ങനെ എടുത്ത് നോക്കുന്നതിനെക്കാട്ടും സുഖം അതിൻ്റെ പുറമേ ഉള്ള ആ പച്ച തൊലി അങ്ങ് ചെത്തി കളഞ്ഞിട്ട് ചെയ്യുന്നതാണല്ലോ നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അമ്പാടി രാവിലെ മുതലേ കഴിക്കുന്നില്ല കേട്ടോ. കഴിക്കാൻ ഭയങ്കര മടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിയാണ്. വിശപ്പെട്ട് സഹിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഒന്നും തിന്നുകയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ പുറത്ത് ചക്ക അമ്മ ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് കുറുക്ക് ഉണ്ടാക്കി കൊടുത്തേക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ ഉറങ്ങും. ചോറെന്തായാലും അവൻ തിന്നാൻ വരില്ല. അപ്പോൾ കുറച്ച് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചങ്ങാണ്ട് കുറുക്കും ഉണ്ടാക്കിയിട്ട് വന്നാണേ. അപ്പോൾ ആൾ ഓട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് കഴിപ്പിക്കാന്നുള്ള ഒരിതിലിരിക്കുക. കുട്ടി ചക്ക വേണ്ടെങ്കിൽ പള്ളാച്ചും തിന്നോട്ടോ. വേണ്ടെങ്കിൽ കുട്ടി പള്ളാച്ചും തിന്നോളൂ. കുട്ടിക്ക് വേണ്ട ചക്ക, കുട്ടിക്ക് വേണ്ട എന്നാല് അതങ്ങോട്ട് മുന്നോട്ട് വാ. അമ്പോ ഇത് രണ്ടാമത്തെ ചക്കയല്ലേ? ആദ്യത്തെ ചക്ക മറ്റേ ചക്ക വറുക്കാനെടുത്ത് ആക്കി. ഈ ചക്ക ഇനി എന്തിനാക്കുന്നത്? പൊടി, ചക്ക പൊടി ഉണ്ടാക്കാൻ. ഇത് ചക്ക പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിയുമാണ്. എന്താ പറഞ്ഞേ? കൂഞ്ഞെടുത്ത് നാളെ കറി ഉണ്ടാക്കി തരാം. തേങ്ങ വറുത്തരച്ചിട്ടാ? തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കാം, അല്ലാതെ ഉപ്പേരി വെക്കാം. നാളെ കറി ഉണ്ടാക്കി തരാം. അങ്ങോട്ടേക്ക് ഇതിനി പരിയണ്ടേ? അത് ഇങ്ങനെ ആക്കിയത് അതിലേക്ക് ഇതാക്കിയത്. ഇതെന്തിനുള്ള ഇനി? ചക്ക പൊടി ഉണ്ടാക്കാൻ. പൊടി അതിന് പുഴുങ്ങണോ? ഒന്ന് വാട്ടണം. ഈ ചക്കപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതാക്കുന്നത്. അതൊരു ഇടത്തരം വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റണം. വേവാനൊന്നും പാടില്ല, ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. ആ ആവി കയറ്റിയിട്ട് പിന്നെ വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ട് പിന്നെ പൊടിക്കുക വേണ്ടത്. ഏകദേശം ഓരോ വലുപ്പത്തിൽ അരിയണേ. എന്നാലും ഇതിൻ്റെ അടിവശത്ത് കട്ടിയല്ലേ? എനിക്ക് ചാക്ക് വേണം. ഇതിനി മണ്ണിൽ വെച്ചതാക്കിയാ ചിലപ്പോ. നിങ്ങൾ കുരു ഒന്നും മാറ്റിയില്ലല്ലോ?
അല്ല മതി മതി. ഇത് ചക്കപ്പൊടി ഉണ്ടാക്കാൻ പുഴുങ്ങാനോ പാട്ടെ. കിടന്ന് പൈതാരം വന്ന് കൊടുക്കാം. എന്തെന്നാ വിളിച്ചേ? പച്ച അമ്മച്ച 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 അപ്പച്ച അമ്മച്ച അമ്മച്ച അമ്മ. ആ ഓനോ പൊട്ടിക്കാൻ അമ്മ തരില്ല കേട്ടോ. കൈ നോക്കണം പോയത്. കൈ നോക്കണേ. നാടെ വെച്ചോളി. ഞാൻ പിടിച്ചോണ്ട് തന്നെ ആ ഈ ചക്കയ്ക്ക് ഭയങ്കര ഉറപ്പാന്ന് തോന്നുന്നു. ഇമ്മി കുത്തി വേദനയായി. കുട്ടിക്ക് വേദനയായോ? നീമി കുത്തി വേദനയായോ? ചാടല്ലേ? അത് അമ്പാടീനെ മീന് കുത്തിയിട്ടോ, മുഷി കടു എന്നൊക്കെ പറയും. അത് കുത്തി. അപ്പോൾ കുത്തിയപ്പോൾ കരച്ചിലായിരുന്നു. അതിനെക്കുറിച്ചായി പറയുന്നത്. വാവാവ് പറ്റിയെന്ന് ചെറിയൊരു മുറി പോലെയായിട്ട് ചെറിയ ചോര വന്നിട്ടുണ്ടായിരുന്നു. അതാ പറയുന്നത്. മാബിയാണോ അത്? ചക്ക വൈകുന്നേരമായ സമയം അമ്മ ചക്ക വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ചക്കേൻ്റെ പണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി ഉണ്ടാവും നന്നാക്കാൻ. അത് ബാക്കി ഞാൻ നന്നാക്കണം. ഇത് ചക്കേൻ്റെ നടുവിലുള്ള കൂഞ്ഞയാട്ടോ. കറി വെക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അത് തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല രസം ഉണ്ടാവും. ഒരെണ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരെണ്ണം നാളെ ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊള്ളെങ്കിൽ നാളെ ഉണ്ടാക്കിയിട്ട് കൊള്ളാമെങ്കിൽ പിന്നെ എന്താ അമ്പാടി ആടെ ചൂടാണ്. ആടെ ഒന്ന് കളിക്കണ്ട, അങ്ങ് പോര്. എന്താ അമ്മമ്മേൻ എന്തിനാ ഉന്തണേ? അവിടെ ഇറങ്ങാൻ നോക്കുന്നു. എപ്പ തുടങ്ങിയത്? കഴിയുമ്പോ പണിയില്ലേ? തുടങ്ങിയാലേ കിട്ടിയോ? ഓ അങ്ങനെ ഒച്ചുണ്ടാക്കണ്ട. അമ്മമ്മ അങ്ങനെ കുലുക്കി ഒച്ചുണ്ടാക്കുന്നുണ്ട്. നമുക്ക് മീന് തേങ്ങ അരച്ച് വെക്കും നാളത്തേക്ക്. നാളത്തേക്കും കൂടിയാണ്. അമ്മ പുറത്ത് ചക്ക വറുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ചക്ക പുഴുക്കും ഉണ്ടാക്കണം, മീൻ കറിയും വെക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് കയറിയതാണ്. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണം, മീൻ കറി ഉണ്ടാക്കണം. ആഹാ അമ്പാടി അമ്മ ചെരുകുന്ന തേങ്ങ മൊത്തം എടുത്തുകൊണ്ടുപോവുകയാണോ? അമ്മ പുറത്ത് ചക്ക വറക്കുന്നുണ്ട്. ഈ തേങ്ങ ഉണ്ടാവൂല കേട്ടോ. ഇത് കരിക്ക. മീൻ കറിക്ക് എങ്ങനെ ഇത് പറ്റുമോ? ചക്കക്ക് ഇത് മതിയോ?
എങ്ങനെ ഇടുന്നതാ അത് ഞാൻ നോക്കട്ടെ. ചക്കയ്ക്കുള്ളത് ഉപ്പും മഞ്ഞളും ഇട്ട് ഇനി അരപ്പിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം ഇനി. എവിടെ പോവാ? അങ്ങനെ കാണുന്നു. എവിടെ പോവാ? മഞ്ഞിയാ? പന്നീനെ കാണാൻ പോവാ? പന്നി ഉണ്ടോ അതിന്? ഏടണ്ട്? പരല വെളിച്ചം കണ്ടാലോ പന്നീന്റെ വെളിച്ച. ചക്ക ഞാൻ അടുപ്പത്ത് വെച്ചിണ്, കറീൻ്റെ തരി ആയില്ല. ചക്കപ്പൊടിക്കുള്ളതാ? ചക്കപ്പൊടി ഉണ്ടാക്കാനുള്ള ചക്ക എന്നെ ഇങ്ങനെ അരിയണം. ആ കൈ പറഞ്ഞ എന്നിട്ട് വെള്ളം തിളച്ച് നമുക്ക് തട്ടില്ലാത്തോണ്ട് ഇത് വെക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ആവി കയറ്റി വെക്കുക. ചെറുതായിട്ട് ആവി കയറ്റിയാൽ മതി. ആ ചെറുതായിട്ട് വെച്ചാൽ മൊത്തത്തിലൊന്ന് ആവി കയറുക, വേവണം എന്നില്ല, വേവണ്ട, മൊത്തത്തിലൊന്ന് ആവി കയറുക ചക്ക. എന്നിട്ട് ഇത് വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടിയുള്ളതാ. മൊത്തത്തിലൊന്ന് ആവി കയറ്റിയിട്ട് അത് കോരി വെള്ളത്തിലേക്ക് വെള്ളം അതിനെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കണം. അപ്പോൾ ഇപ്പോൾ അതാക്കി വെച്ചാൽ നാളെ രാവിലെ വെയിലത്തിട്ടിട്ട് ഉണക്കാം. കണ്ടാ അമ്പാടി? ഒരു 2 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റോളം ആവി കൈക്ക് കിട്ടും. ഇതാ കണ്ടോ, വേവണ്ട, അങ്ങനെ ഒന്ന് ഇതാകിയാൽ മതി. മാറിന്നോ? ഞാൻ വെള്ളത്തിലിടാനുള്ളതാ. അമ്പാടി ഇങ്ങ് മാറിക്കോ. കോരിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. അതുപോലെ ഓട്ടപാത്രത്തിൽ വെള്ളം മാറാനായിട്ട് ഇതൊന്നും ആയിട്ടില്ലല്ലോ. ഇല്ല, വേവൂല. അത് വെള്ളം ആ ഉള്ള വാട്ടറിൽ മാറാനാണ് വെള്ളത്തിലേക്ക് ഇടുന്നത്. ഇത് ചക്കപ്പപ്പടം ഉണ്ടാക്കാനല്ലേ? ഇത് നല്ലോണം വേവണ്ടേ? വേവണം. ഇത് വെന്തിട്ട് വാങ്ങണം. ഇത് ചക്ക പൊടിയാക്കാൻ വേണ്ടിയുള്ളത്. ചിലതൊക്കെ വെന്തു എന്ന് തോന്നുന്നു. ആ അടി കിടക്കുന്നു, മുകളിൽ കിടക്കുന്ന കറി. അയ്യോ മണ്ടിയാ വീഴും വീഴും പടി. വണ്ടി ഓടിച്ചോ, പക്ഷെ അങ്ങോട്ടേക്ക് പോണ്ട. ഏത് ചക്കയായി? ചക്ക ആവി വന്ന് വെന്തോ? ഞാനല്ല നോക്കി, അച്ഛനാണ്. ചക്ക വെന്തോ? അച്ഛൻ ഇളക്കിയിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ അമ്പാടീനെ കൊണ്ടുപോയില്ലേ, അതിന്റെ ആവി വന്നപ്പോ അച്ഛനാണ്ട്. ഇനി എന്റെ വേവാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് കുക്കറിലിട്ടല്ലേ, അതിനകത്തുള്ള വേവ് മനസ്സിലാവൂല. നീ മൊത്തം ഇടണോ? അതിനകത്തൊക്കെ
എന്തോ ഒരു നിഴല് വന്നു. ഞാൻ വന്നതിൻ്റെ ആയിരിക്കും. എന്തോ അത് വെളുത്തുക്കുന്നതൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നില്ലേ മനസ്സിലാവാത്ത. അവിടുന്ന് വീണു. വെയിറ്റ്. ആ കുഞ്ഞാട് നിന്നോ, അമ്മ വരിക. കഷ്ടപ്പെട്ട് ഇറങ്ങി വരുന്നു നോക്കിയാട്ടെ. അമ്മ ഇപ്പം അങ്ങോട്ട് തന്നെ കേറോ നോക്കട്ടെ. നോക്ക് അമ്പാടി കാൽമ പിടിക്കല്ലേ. എന്തിനെ? അതുപോലെ രനീഷ് 32,463. ഒരു ഒന്ന് കൂട്ടിച്ചവർക്ക് മറുപടി നൽകി. കുട്ടി കഞ്ഞി കുടിക്കൂലേ? അമ്പാടി 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 ഇവിടെ തന്നെ ഉണ്ട്, എന്നാലും മിണ്ടൂല. കഞ്ഞി കുടിക്കോ? എടാ കഞ്ഞി കുടിക്കോ? മിണ്ടാണ്ട പോണത്. ചോദിച്ചാന്ന് വിളിച്ചു പോന്നിട്ട് ഞാൻ പോന്നോ നോക്കാം. അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുക. കുളിക്കാൻ പാടി ഓനിപ്പോ അത് വേണം. നീരില്ല, തീർന്ന്. ഇരുന്നോ കളിച്ചോ. ഞാനേനെ മൊത്തം വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഡ്രസ് മാറ്റണ്ടേ? ഞാൻ അമ്പാടീനെ കുളിപ്പിച്ച സമയത്ത് അമ്മ മറ്റേ ചക്കപ്പപ്പടത്തിനുള്ള ആ ചക്ക നേരത്തെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അത് ചൂടൊക്കെ ആറിയ സമയത്ത് അമ്മ അത് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. ഇന്നിപ്പോൾ രാത്രിയായല്ലോ, അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് നമുക്ക് പിന്നെ അതിനകത്ത് കൂട്ടേണ്ട സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് വെയിലത്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ നല്ലോണം അരച്ചിട്ട് വെക്കുവാണേ. ഇനി ചക്കപ്പപ്പടത്തിന് വേണ്ടി എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നതെന്നൊക്കെ ഉള്ളത് നാളത്തെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. അപ്പോൾ ഓക്കെ. പല്ലേക്കാൻ പറ്റൂട്ടാ.